തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അതിനെ പറ്റി ആലോചിച്ചോളൂ. എന്തെങ്കിലും സ്പൂണ് പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കണത് ഇന്ന് നമ്മൾ യൂസ് ചെയ്ത് പ്രായമുള്ളവരൊന്നും അല്ല കേട്ടോ. അതുപോലെയാണ് നമ്മള് ഭയങ്കര ഇപ്പൊ ന്യൂലി മാരിഡ് കപ്പിൾസ് ആണ് അല്ലെ. ഞാൻ തോറ്റു, അതെനിക്ക് കിട്ടൂല. ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും തന്നെ വീട്ടില് ഹാപ്പി ആയിട്ടിരിക്കാണ്, എല്ലാരും തന്നെ വീട്ടില് സേഫ് ആയിട്ടിരിക്കാന്ന് വിചാരിക്കണു. നമ്മൾ ഇന്ന് പുറത്ത് ഷൂട്ട് ചെയ്യാന്ന് ഓർത്തോട്ടോ. കുറച്ച് ഔട്ട്ഡോർ നമ്മൾ നോക്കുവാണ്, സെറ്റ് ആവോന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ അത്ര തണുപ്പില്ല. ഇപ്പൊ ആക്ച്വലി കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മള് വിചാരിച്ചു ഒരു ആരംഭം പോലെ തന്നെ. അപ്പൊ നമ്മള് വിചാരിച്ചു നമുക്ക് ഇന്നൊരു ചലഞ്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇന്നത്തെ ചലഞ്ച് വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാള് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി ആലോചിക്കും. അപ്പൊ മറ്റേ ആള് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കൊരു 15 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ 15 ക്വസ്റ്റ്യൻസിനുള്ളില് ആ ഒബ്ജക്റ്റ്, ആള് മനസ്സിൽ വിചാരിച്ച ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഞാൻ ഈ ചലഞ്ച് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ചലഞ്ച് ചെയ്യാൻ എന്നെ ഇവിടെ കൊണ്ടിരിക്കുകയാണ് തണുപ്പത്ത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആരാ തിങ്ക് ചെയ്യണേ? നീ ഒരു ഒബ്ജക്റ്റിനെ പറ്റി ആലോചിച്ചോളൂ. എന്തെങ്കിലും ഇതുണ്ടാ? അതായത് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ചോദിച്ചോളാം. അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊന്നും ഇല്ല. എന്തിനാന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതോ എന്തെങ്കിലും മതി. മതി. ഓക്കെ. അപ്പൊ എന്തിനു വിചാരിച്ചിട്ട് ഇതാക്കിയാൽ മതി അല്ലേ? എത്ര ക്വസ്റ്റ്യൻസാ? 15 ക്വസ്റ്റ്യൻസ്. 15 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഒബ്ജക്റ്റ് വിചാരിച്ചോ? ഇല്ല. 1 മിനിറ്റ്. വിചാരിക്കേ. ആലോചിച്ചു. ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? അത് 2 ക്വസ്റ്റ്യൻ ആണോ ഒറ്റ ക്വസ്റ്റ്യൻ ആണോ? ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ജീവനില്ലാത്തതാണ്. ഓക്കെ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണോ? അതെ. നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണോ? നമ്മൾ ഉദ്ദേശിച്ച നീയാണോ ഞാനാണോ? നമ്മൾ രണ്ടാളും. ഞാൻ കാണുന്നതാണ്. ഞാൻ എല്ലാ ദിവസം കാണുന്നില്ല. ഇല്ല. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആയിട്ടാ. മരങ്ങളാണോ? മരങ്ങളാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരമാണോ? മരം ആലോചിച്ചത് അല്ല. ജീവനില്ലാത്തത് വീട്ടിലുള്ളതാണോ? വീട്ടിലൊക്കെ നമ്മുടെ റൂമിലൊക്കെ ഉള്ളതാണോ? അതെ. വീട്ടിലുള്ളത്. ഞാൻ എപ്പോഴും കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ഇല്ലാത്താണ്ടിരിക്കുമല്ലോ. ഞാൻ എപ്പോഴും കാണുന്നില്ലല്ലോ. അല്ല, റൂമിൽ ഉണ്ടാവാറുണ്ട്. കപ്പോ ഗ്ലാസോ അതല്ലാണോ? അല്ല, കപ്പും ഗ്ലാസ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കണോ? അതെ. ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കണത് സ്പൂണാണോ? അല്ല. പ്ലേറ്റ് ആണോ? അല്ല. 9 ക്വസ്റ്റ്യൻ ആയിട്ടാ. സ്പൂണ് പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കണത്. ഭക്ഷണം കഴിക്കാന്നല്ല, ഭക്ഷണം യൂസ് ചെയ്യുന്നത്. ഭക്ഷണമായിട്ട് യൂസ് ചെയ്യണതാ? ഭക്ഷണമാണ്. അപ്പൊ ഫുഡാണ്. ഞാനാട്ടാ ഈസി ആക്കിയത്. നീ എല്ലാ ദിവസവും കാണുന്നതാണെന്ന്. ബ്രെഡ് അല്ല. ഫ്രൂട്ട്സ്? യെസ്. ഓറഞ്ച് അല്ല. കിവി അല്ല. അയ്യോ, പോമഗ്രാനൈറ്റ് അല്ല. ലാസ്റ്റ് ഫ്രൂട്ടാണ്. നീ എപ്പോഴും കാണുന്ന ഫ്രൂട്ടോ? എല്ലാ ദിവസവും നീ കാണുന്ന ഈ ഫ്രൂട്ട്? കമ്പനി ഷോപ്പിൽ അത്രയും എപ്പോഴും ഉണ്ടാവുന്ന ഫ്രൂട്ട് ഏതാണാവോ? കർത്താവേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അല്ല, ഞാൻ ഇതിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താണ് ഗിഫ്റ്റ്? അല്ലെങ്കിൽ അല്ല, മാർക്കില്ല. മാർക്കുള്ളോ? വേറെ എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യുന്ന? അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല. അത് വേണം. അല്ലാണ്ട് പിന്നെ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്ടാ. സ്ട്രോബെറി? യെസ്. എനിക്കൊരു പോയിന്റ് ആണ് ഗൈസ്. ഫൈനൽ 15th ക്വസ്റ്റ്യനിലായിട്ട് എനിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു പഴം പറയുന്നു. അടുത്ത ഫ്രൂട്ട് ആയിട്ട് സ്ട്രോബെറി ഒന്നും എല്ലാ ദിവസവും നീ കാണുന്നില്ല. എല്ലാ ദിവസവും ഞാൻ ചില്ലിൽ സ്ട്രോബെറി കാണും. സ്ട്രോബെറി ഞാൻ കാണാറുണ്ട് എല്ലാ ദിവസവും. ഓക്കെ, ഇനി ഞാനൊരു ഒബ്ജക്റ്റ് ആലോചിക്കാം കേട്ടോ.
ഞാൻ കണ്ടുപിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ഇവളുടേതായ കുറച്ച് ഇതുണ്ട്. ഓക്കെ 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 ആലോചിച്ചു. ജീവനുള്ളത്? ജീവനുള്ളതല്ല. അല്ല. ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നത്? ഇല്ല, നമ്മൾ രണ്ടാളും യൂസ് ചെയ്യാറില്ല. ഒട്ടും യൂസ് ചെയ്യാറില്ല. ഒട്ടും അല്ല, ഇടക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ജീവനില്ലാത്തന്നല്ല പറഞ്ഞ? ഫുഡ് ഐറ്റംസ്? അല്ല. അല്ല. മേക്കപ്പ് ഐറ്റംസ്? അല്ല. നമ്മുടെ റൂമിലുള്ളത്? അല്ല. ഫുഡ് ഐറ്റംസ് അല്ല, ജീവനില്ലാത്തത്, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും. എന്തെങ്കിലും പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്നത്? അതെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇന്ന് നമ്മൾ യൂസ് ചെയ്ത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്തു. ഇന്ന് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാത്തതാണ് ഇപ്പൊ. പക്ഷെ ഇന്ന് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തപ്പോ നീ ചെയ്യാറില്ല. ഞാനാണോ? ഞാനും ചെയ്യാറില്ല, നീയും ചെയ്യാറില്ല. 7 മാപ്പ്? അല്ല. 8. ഒരു സ്ഥാപനം? സ്ഥാപനമല്ല. 9 ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മെമ്മറിക്ക് വേണ്ടി മാറ്റി വെക്കാൻ എന്താണോ? മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല. ഇല്ല, മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല. ശരിക്കും എല്ലാവരും ദിനം സാധനങ്ങൾ അല്ല ഡെയിലി യൂസ് ചെയ്യണതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് റിച്ച് ആയിട്ടുള്ളവരൊന്നും ഡെയിലി യൂസ് ചെയ്യില്ല. റിച്ച് ആയവർക്കും യൂസ് ചെയ്യാട്ടോ. ജിയോ ഇല്ലാത്ത വസ്തു ഇവിടെ ഭയങ്കര UK ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്ര ദിവസമായി? 10. നമ്മള് അതായത് ആഫ്റ്റർ ഇവിടെ എത്തിയതിനു ശേഷമാണോ അതോ ബിഫോർ ഇതിനു മുമ്പാണോ? ഇതിനു മുന്നേ. അപ്പൊ 9 ക്വസ്റ്റ്യൻ. 10, 11. 8 മൂന്ന് ക്വസ്റ്റ്യൻസ് 8 അടിക്ക് കയറ്റി നീ. ബിഫോർ അല്ല പറഞ്ഞ? നമ്മൾ ഇവിടെ എത്രയും മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ജീവനില്ല. ഒരു ക്ലൂ വേണമെങ്കിൽ തരട്ടെ. ആ സാധനത്തിന് ഒറ്റക്കത് പറ്റത്തില്ല. ആരെങ്കിലും വേണം അതിനൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട്. അതിന് ഒറ്റക്ക് അതിന് പറ്റില്ല. അല്ല. 12 ഒറ്റയ്ക്ക് അതിനൊരു ജീവൻ ഉണ്ടാവില്ല. ആരെങ്കിലും വേണം അതിനൊരു ജീവൻ വെപ്പിക്കാൻ. എന്നാലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആരും ഇല്ലാണ്ട് വെച്ചിട്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് യൂസ് ഇല്ല. നമുക്കൊരു യൂസ് ഇല്ല. കോട്ട്? അല്ല. 13 2 ക്വസ്റ്റ്യൻ ബാക്കി. ബസ്? ബസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനാണ് സ്കോർ ചെയ്തിട്ട് അവസാനത്തെ ലിസ്റ്റിൽ ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ കുറവില് ക്വസ്റ്റ്യൻസ് അതാണെങ്കിൽ ഞാനാണ്. ശരിയാണ്. നിങ്ങള് സാലിഷ്പുറിന്റെ 2 മുടി എന്നെ കൊണ്ട് സ്റ്റൈലിന് വെച്ചിട്ടുള്ള സ്റ്റൈലാണ് കേസ്. നമ്മള് അധികം പ്രായമുള്ളവരൊന്നും അല്ല കേട്ടോ. അജിത്തിനാണ് കേട്ടില്ലേ? അതുപോലെയാണ്. നമ്മള് ഭയങ്കര ഇപ്പൊ ന്യൂലി മാരിഡ് കപ്പിൾസ് ആണ് അല്ലെ? ഓക്കെ, ഇനി നിന്റെ ചാൻസ്. ഇന്ന് നമ്മൾ എത്ര സബ്ജക്ട് ടോട്ടലി ചെയ്യുന്നുണ്ട്? ഒരു 4 എണ്ണം അത് മതി. ഓക്കെ, ഇനിയിപ്പോ ഞാനും നമുക്ക് അത്ര മതിയാവും. അതല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവൂലേ? വിചാരിച്ചാ ജീനുള്ളതാണോ ജീനില്ലാത്തതാണോ? ജീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോ ജീവനില്ല. എന്ത്? ജീവൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സാധനത്തിന് ഇപ്പൊ ജീവനില്ല. ഇപ്പൊ ജീവനില്ലേ? ഇല്ല. നേരത്തെ ജീവനുണ്ടാ? അതിങ്ങനെ മാറി വന്നതാണ്. ജീവനിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മാറി വന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂസ് ചെയ്യണോ? ഡെയിലി യൂസ് ചെയ്യില്ല, ഇടയ്ക്ക് യൂസ് ചെയ്യും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ബസ് കാർ അങ്ങനത്തെ എന്തെങ്കിലും ആണോ? നീ ചോദ്യം ചോദിക്കി. അല്ല, 3 ക്വസ്റ്റ്യൻ. 4ാമത്തെ കാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യണതും അല്ല. ജീവൻ ഇല്ലാത്തതുമാണ്. ജീവൻ ഉണ്ടായിരുന്നത് ജീവനില്ലാത്ത രീതിയിലാക്കിയതാണ്.
നമ്മളാക്കി മനുഷ്യനായിട്ടാക്കിയതാണ്. മനുഷ്യനായിട്ടാക്കിയതാണ്. 4. മരങ്ങളാണോ? അല്ല. 5. 6 മരമല്ല. 6. ഇങ്ങനെ മരമല്ല. ചത്ത എന്തെങ്കിലും പട്ടിയോ, ചത്ത കൊന്ന പട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലാണോ? അല്ല. 7. അയ്യോ, ഇത് എന്തെന്ന് ഭയങ്കര ടഫാണ് ട്ടോ ഇത്. ഈസി, വളരെ ഈസി. നീ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോഴും ചോദിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻസ് ആവശ്യമില്ലാത്ത. ബാഗ് അല്ല. 8. നമ്മൾക്ക് ഉണ്ടോ അത് ഇപ്പോഴാ? നമുക്കുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ അത്? ഇല്ല. ഇല്ല. 9. ആരെങ്കിലും കയ്യിലുണ്ടാവോ? ഉണ്ട്. പുറത്തുള്ളവര് അത് വെച്ചിട്ടാണ് നടക്കണത്. കോട്ട് അല്ല. ഇപ്പൊ എത്രയായി? 10 ആയിട്ടാ. ജീവനാണ്. നമ്മൾ ജീവൻ ഇല്ലാണ്ടാക്കും. ഇത് ഞാൻ തോറ്റു. അതെനിക്ക് കിട്ടൂല. ഉറപ്പിച്ചാ? അപ്പൊ തോൽവി പറ. ഞാൻ തോറ്റു കേട്ടോ. എന്താണ്? ബീഫ് ബർഗർ. അതെങ്ങനെ? ബീഫിന് ജീവൻ ഉണ്ടായിരുന്നു, നമ്മളത് ഇല്ലാണ്ടാക്കി. മനുഷ്യരാണ് ഇല്ലാണ്ടാക്കിയെന്ന് ചോദിച്ചു. നീ ഫുഡാണോ അതൊന്നും നീ ചോദിച്ചില്ല. ഇത് വെച്ചാണ് ബീഫ് ബർഗർ വെച്ചിട്ടാണ് നമ്മുടെ ഇമ്രാൻസ് കട നടത്തുന്നത്. ബീഫ് ബർഗർ ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ അവള് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വെച്ചുകഴിഞ്ഞാൽ ഫുഡാണോ എന്ന് ചോദിച്ചില്ല. നമ്മള് ഇതാക്കിയിട്ടുണ്ട്. മീൻസ് 2 days മുമ്പ് വരെ നമ്മളത് കഴിച്ചതാണ്. അപ്പൊ നമ്മൾ അത്ര ഒരു വൈൽഡസ്റ്റ് ഗസ് പോലും ബീഫ് ബർഗർ വെക്കില്ല കേട്ടോ. അത് നിങ്ങൾ പറയണം. അതാണ്. അത് അങ്ങനെ ചെയ്യണത് ശരിയല്ല കേട്ടോ. ഇനി ഓക്കെ എന്റെ ചാൻസ്. ഇത് പക്ഷെ നോക്കിക്കോട്ടെ, ഇതുപോലെ എന്തെങ്കിലും കണ്ടുപിടിച്ചു. ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് ഫണ്ണി ആയിട്ടാ കണ്ടുപിടിച്ചത്. ഓക്കെ ചോദിച്ചോളൂ. അവര് കുഴപ്പമില്ലല്ലോ. ഇല്ല. കട്ട് ചെയ്തല്ലേ? ആസ് യൂഷ്വൽ ജീവനുണ്ടോ ഇല്ലയോ? ഇല്ല, ജീവനില്ല. കഴിക്കുന്നതാണോ? ഫുഡ് ഐറ്റംസ് ആണോ? അല്ല. 2 ജീവനില്ലാത്തത് ഫുഡ് ഐറ്റം. ജീവനില്ലാത്തതാണ്. കഴിക്കുന്നതല്ല. അല്ല. അതായത് ഫുഡല്ല. കഴിക്കുവാൻ യൂസ് ചെയ്യുന്നതാണോ? ഫുഡല്ലടാ, കഴിക്കാൻ യൂസ് ചെയ്യുന്ന. ഡെയിലി യൂസ് ചെയ്യുന്നതാണോ? അതെ. സൗന്ദര്യവർദ്ധക വസ്തുക്കളാണോ? അല്ല. 5 ബ്രഷ് അല്ല. പേസ്റ്റ് അല്ല. 7 ഏത് സമയത്ത് യൂസ് ചെയ്യാം നമ്മളത്? എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് അതിന്റെ യൂസ് ഇപ്പൊ അതായത് രാവിലെയാണോ, ഉച്ചക്കാണോ, വൈകുന്നേരമാണോ? നിനക്ക് എപ്പോ എനിക്ക് തോന്നുമ്പോ മാത്രമാണ്. അതല്ല. എന്തെങ്കിലും വിചാരിക്കും, തെറ്റിയിരിക്കും. അതല്ല, ഞാൻ ജെട്ടിയാണോന്നാണ് ചോദിച്ചത് കേട്ടാ. അതല്ല. ഇപ്പൊ 9 ആയിട്ടോ. എനിക്ക് തോന്നുമ്പോ മാത്രം യൂസ് ചെയ്യണ്ട. എല്ലാവർക്കും തോന്നുമ്പോഴാ യൂസ് ചെയ്യണം. അത് ടോയ്ലറ്റ് എന്ന് ടോയ്ലറ്റ് കിട്ടി. കണ്ടുപിടിച്ചേ. എനിക്ക് 1 പോയിന്റ് ആയിട്ടുള്ളൂ. എനിക്ക് ട്രീറ്റ് വേണം കേട്ടോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ. അല്ലാണ്ട് എനിക്ക് ഞാൻ എന്റെ വൈൽഡ് ഗസായ ഇമ്രാൻസിന് ബീഫ് ബർഗർ നിങ്ങൾ വിചാരിക്കാം അറ്റ്ലീസ്റ്റ് ഒരു ഫുഡ് ഓക്കെ. പക്ഷെ അത് ബീഫ് ബർഗർ ഒക്കെ ആരും അങ്ങനെ വിചാരിച്ചെടുക്കൂല. അപ്പൊ ഇപ്പൊ ഞാനാണ് കയറിയിട്ടുണ്ട്. ഇനി അഗൈൻ ഞാൻ ഗസ് ചെയ്യാൻ പോട്ടെ. ഈസി ഉള്ളത് നിങ്ങൾ ഫണ്ണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗസ് പറ. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മള് ട്രൈ ചെയ്യാം ചാലഞ്ചസ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതുപോലെ ഔട്ട്ഡോർ ഒക്കെ വന്നിരുന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കും ഫണ്ണായിരിക്കും, നിങ്ങൾക്കും ഫണ്ണായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ? ഇല്ലാത്തതാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണോ? ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നീ അടക്കി യൂസ് ചെയ്യും.
ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുള്ളൂ. ആഴ്ചയില് അങ്ങനെ ഫ്രീക്വന്റ് ആണ് അല്ല, ഇടയ്ക്ക് എല്ലാപ്പോഴും ആവശ്യം വരുമ്പോ മാത്രം യൂസ് ചെയ്യണ ഒരു സാധനം. കാറാണോ? അയ്യോ, അത് പെട്ടെന്ന് കിട്ടി. നമുക്ക് ആവശ്യം I got 2 points and you got 2 points, right? അല്ലല്ല, അതെ നീ നേരത്തെ തോറ്റു. പക്ഷെ ഇനിയിപ്പോ ഞാനൊരു ഒബ്ജക്റ്റ് ആലോചിക്കുമ്പോ നീ മുന്നിലായിരിക്കും. ഞാനാണ് ഇപ്പൊ മുന്നില്. നീ എന്റെ ബീഫ് ബർഗർ. പക്ഷെ ഇപ്പൊ നമ്മള് രണ്ടാള് ഇതായി. കാരണം നീ അതെ 2 0 2 1 ഇപ്പൊ മൊത്തം തെറ്റിയല്ലോ. ഇപ്പൊ എനിക്ക് 2. ഞാനിപ്പോ മൂന്ന് ഒബ്ജക്റ്റ് ഇതാക്കി. ഏതായാലോ ഞാന് ഒന്ന് അറിയില്ല, ഇവിടെ എന്നെ പറ്റിക്കാണ് എല്ലാ ദിവസവും പറ്റിക്കും. അപ്പൊ ഇനി ഞാൻ പറയുമ്പത്തേനും നീ മുന്നിട്ട് വെക്കും. ഓക്കെ, നീ അത് തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനും ടൈ. അതാണ് സംഭവം. നിക്ക് ആലോചിക്കട്ടെ. വിചാരിച്ചു കേട്ടോ. ജീവനുണ്ടോ ജീവനില്ലയോ? ജീവനുണ്ട്. എപ്പോഴും കൂടെയുള്ളതാണോ? എപ്പോഴും നമ്മുടെ കൂടെ ഇല്ല, ചിലപ്പോ ബാക്കിയുള്ളവരുടെ കൂടെ ഒക്കെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ആരോ കാറ് പൊട്ടിച്ചു കൊണ്ട. ഇവിടെ ഭയങ്കര പോലെ കാർ ഭ്രാന്തന്മാര് കുറേയുള്ള സ്ഥലത്താ. അപ്പൊ രണ്ടാം ദിവസം ആയിരുന്നു രണ്ടാം ദിവസം ഏതായിരുന്നു? നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ കൊറേ പേരുടെ കൂടെയൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഇല്ല, കൊറേ പേരുടെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ ദിവസമായ പർപ്പസ് എന്താണ്? പർപ്പസ് എന്തും എല്ലാം പർപ്പസ് ചെയ്യാൻ പറ്റും. എല്ലാം എന്തെങ്കിലുമൊക്കെ വേണ്ടി ചെയ്യാം. ജീവനുള്ളതാണ് പർപ്പസ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിയാണോ? അല്ല. ജീവനുള്ളതാണ്, മൃഗമല്ല. ഈ ഫിഷ്, ബേർഡ്സ് ആ ഒരു ഗണത്തിൽ പെട്ടത് അല്ല. മനുഷ്യനാണ്. നമ്മുടെ കൂടെ ഇവിടെ ഇല്ല. മമ്മിയാണോ? 6 അല്ല 7 തെറ്റി. മമ്മിയല്ല. ജിതിനല്ല. അല്ല, നമ്മുടെ കൂടെ ഇല്ല, മനുഷ്യനാണ്. 9 ക്വസ്റ്റ്യൻ ആയി. യുകെയിലുണ്ടോ? യുകെയിൽ പലയിടത്തും കാണാൻ പറ്റും. മനുഷ്യൻ അതായത് നമ്മളറിയാവുന്ന ഒരാളാണ്. നമ്മൾക്കറിയാത്ത ആളാണ്. അറിയാവാത്ത കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ മനുഷ്യന്മാരെന്ന് പറഞ്ഞ പോലെ അല്ല, സ്പെസിഫിക് ആയിട്ട് പറയണം. കുട്ടികൾ അല്ലേ? കുട്ടിനെ കണ്ടിട്ടാണ്. കുട്ടികൾ ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞുങ്ങള്, വാവ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ. ചിൽഡ്രൻസ് അല്ലെ? ചിൽഡ്രൻ ഇസ് മോസ്റ്റ് എന്താ പറയാ, ചിൽഡ്രൻ ഭയങ്കര അടിപൊളിയാണല്ലേ. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എല്ലാം ചേഞ്ച് ചെയ്യും അല്ലെ? അപ്പൊ അതാണ്. അപ്പം ഇല്ല, കഴിഞ്ഞു. അപ്പൊ 3-ഉം 2 ആയി. സോ എന്നും പറയണ പോലെ തന്നെ ദ വിന്നർ ഇസ് സലീഷ് പേരാമംഗലം സണ്ണി. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സംഭവം കൊടുക്കാം. ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വാങ്ങിച്ചു വന്ന സാധനമാണ്. ഗിഫ്റ്റ് ആയിട്ട് നമുക്കൊരു ബൗള് നിറയെ ഫ്രൂട്ട്സ് കൊടുക്കാം. അത് നമുക്ക് ആദ്യം തന്നെ സ്ട്രോബെറി. സൂപ്പറാ. അപ്പൊ ഞങ്ങള് ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ അടുത്ത ചാലഞ്ച് വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ ഈ ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ സാധാരണ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ.